ഹലോ അസ്സാം വലൈക്കും. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നബിദിനത്തിൻ്റെ കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പം നബിദിനത്തിൻ്റെ വീഡിയോ കുറച്ചുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ താത്താനോടൊക്കെ വിരുന്നുപോയ വീഡിയോ കൂടിയാണ്. അപ്പോൾ അതാ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു നബിദിനം. അപ്പം നബിദിനത്തിൻ്റെ അന്ന് റാലി പോകുന്നൊക്കെ കുറച്ചൊക്കെ വീഡിയോ ഞാനങ്ങനെ എടുത്തതാണ്. അപ്പോൾ ശരിക്കും അങ്ങ് എടുക്കാൻ പറ്റില്ല. റോട്ടിൽ കൂടി പോകണ കാരണം റോട്ടിൽ ഇറങ്ങി നിൽക്കണം. അവിടെ ഇപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ നിറച്ച് പൈപ്പുകളൊക്കെ ഇട്ടതുകൊണ്ട് നല്ലോണം റോട്ടിൽ ഇറങ്ങി എന്നാലേ വീഡിയോ കിട്ടുള്ളൂ. പക്ഷേ റോട്ടിലിപ്പോൾ ഇങ്ങനെ റാലി വരുമ്പോൾ നമ്മളൊന്നും ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ അതൊരു മോശമില്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത കാരണം കുറച്ചൊക്കെ ഇങ്ങനെ പറ്റണ മാതിരിയൊക്കെ എടുത്തതാണ്. അപ്പോൾ ഇവിടെ തിങ്കളാഴ്ച നബിദിനം ചെറിയ കുട്ടികളുടെ പരിപാടി തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു കേട്ടോ. അപ്പോൾ റിച്ചൂസ് ഒന്നിലായതുകൊണ്ട് റിച്ചൂസിൻ്റെ പരിപാടി തിങ്കളാഴ്ച വൈകുന്നേരത്ത് 5 മണിക്ക് തുടങ്ങി. 5 മണി മുതൽ 6:30 വരെയും 1-ാം ക്ലാസ്സിൻ്റെയും 2-ാം ക്ലാസ്സിൻ്റെയും പരിപാടി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 3-ഉം 4-ഉം 10 മണി വരെ ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസമായിരുന്നു ഇവിടെ പരിപാടി. അപ്പോൾ റിച്ചുവിൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. റിച്ചു പാട്ടൊക്കെ പാടി ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പാട്ട് പാടി സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സമ്മാനം കൊടുക്കും. ഫസ്റ്റ് സെക്കൻഡ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ അല്ല. എല്ലാ കുട്ടികൾക്കും ഒരുപോലത്തെ സമ്മാനം അതെല്ലാ കുട്ടികൾക്കും കൊടുക്കും. പിന്നെ മാർക്കിൻ്റെത്, ഹാജറിൻ്റെത്, പിന്നെ അതേപോലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ളത്, +2 കഴിഞ്ഞ് പോകുന്നവർക്ക് അവർക്കൊക്കെ വേറെ വേറെ സമ്മാനങ്ങളുണ്ട്. അപ്പോൾ ഇവരെ പോലെ പാടുന്നവർക്കൊക്കെ ഒരേ സമ്മാനം കൊടുക്കുക. ഒരേ സമ്മാനം എന്ന് പറയുന്നത് പ്ലേറ്റാണ് ഇവർക്കൊക്കെ കൊടുത്തിരുന്നത്. അത് സ്റ്റേജ് വന്ന് അപ്പം തന്നെ കൊടുക്കുക. അപ്പോൾ 5 മണിക്ക് പരിപാടി തുടങ്ങി 5:30 ആയപ്പോഴത്തേനും ഇവൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മഗ്‌രിബ് കൊടുത്തപ്പോഴത്തേനും ഞങ്ങൾ പോന്നു. പിന്നെ പിറ്റേന്ന് ചൊവ്വാഴ്ചയാണ് പരിപാടി. ചൊവ്വാഴ്ച പിന്നെ ഞങ്ങൾ ഇവിടെ പരിപാടിയാണ് അന്ന് നട്ടില്ല. ഞങ്ങളങ്ങനെ താത്താനോടൊക്കെ വിരുന്ന് പോയി. അപ്പോൾ ആ ഒരു സമയത്തേ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അപ്പോഴത്തേനും മുത്തുമോർക്ക് ട്യൂഷനും തുടങ്ങി. പിന്നെ പോരാത്തതിന് പിന്നെ റിച്ചുവിന് മദ്രസും തുടങ്ങും. ഓണ ലീവ് തീരാൻ 2 ദിവസം ഉണ്ടെങ്കിലും പക്ഷേ ട്യൂഷൻ ക്ലാസ്സിന് ലീവ് ഉണ്ടായിരുന്നില്ല. 2 ദിവസം ഉണ്ടായിരുന്നില്ല. അതാണ് നബിദിനത്തിൻ്റെ ലീവ് വിട്ടുപോയി. എന്നാൽ തന്നെ ട്യൂഷൻ്റെ ഒരു ദിവസം ലീവാക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ ചൊവ്വാഴ്ച പോയി, വ്യാഴാഴ്ചയാണ് അവിടുന്ന് വന്നത്. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചൊവ്വാഴ്ച നബിദിനം ഉണ്ടായിരുന്നു കേട്ടോ. ചൊവ്വാഴ്ച നബിദിന പരിപാടി ഉണ്ടായിരുന്നു. ബുധനാഴ്ച അവിടെ മജ്‌ലിസ് നൂറിൻ്റെ വാർഷികം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചൊവ്വാഴ്ചത്തെ രാത്രികളത്തെ നബിദിന പരിപാടിയാണ് ഞങ്ങൾ പോവുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ റിഹാന് പാട്ടുപാടാൻ ഭയങ്കര ഒരു പേടി പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് ശരിയായതാണ്, സമ്മാനം കിട്ടി. അപ്പോൾ ആ സമ്മാനം അവിടുന്ന് പെരയിൽ വന്നതിന് ശേഷം പൊട്ടിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഫൈബറിൻ്റെ പ്ലേറ്റാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ സ്റ്റീലിൻ്റെ നല്ലൊരു പ്ലേറ്റാണ് കിട്ടിയത്. അപ്പോൾ സമ്മാനം കിട്ടി ഭയങ്കര സന്തോഷമായിട്ടോ. ആദ്യമായിട്ട് പാട്ട് പാടിയിട്ട് സമ്മാനം കിട്ടിയപ്പോൾ. അപ്പം ഇനി അടുത്ത വർഷം ഞാൻ പാട്ടിനും പ്രസംഗത്തിനൊക്കെ കൂടുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അറിയില്ല ഇനി എന്താ മാതിരി എന്നറിയില്ല. പിന്നെ ചെറിയ കുട്ടികൾക്ക് വേറെ ഫ്ലവർ ഷോയോ ദഫോ ഒന്നും ഇവിടെ അല്ല കേട്ടോ. ഈ പാട്ടെന്നുള്ളൂ. പിന്നെ താത്താൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ മന്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഫോണും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ വഴിക്ക് ഇങ്ങനെ പോകണ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ കുറച്ചൊക്കെ വീഡിയോ എടുത്തില്ല. അപ്പോൾ മന്തിക്കുള്ള ഇതൊക്കെ റെഡിയാക്കി മന്തി ഉണ്ടാക്കിയതിന് ശേഷം അത് ദമ്മിട്ട് വെച്ചതിന് ശേഷം ഞങ്ങൾ പുഴയ്ക്ക് പോയിട്ടോ. ഞങ്ങൾ പിറ്റേന്നാണ് കേട്ടോ പോണത്. ചെന്ന് ഞങ്ങൾ ഇവിടുന്ന് ഉച്ചക്ക് ചോറ് വെച്ചിട്ടാണ് പോയത്. പിന്നെ രാത്രിക്ക് വെറും ചോറിനെയാണ്. പിറ്റേന്നാണ് ഞങ്ങൾ മന്തി ഉണ്ടാക്കിയത്. ഇതാ പുഴയ്ക്ക് പോണ വഴിയാണിത്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് പോകണമെന്ന് പറഞ്ഞാൽ എന്തൊരു ഇഷ്ടമാണെന്ന് അറിയാം. എപ്പോഴും പോകാൻ പറ്റും. ഇപ്പോൾ 2 വർഷത്തിന് ശേഷമായിട്ട് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ അന്ന് ഞങ്ങൾ പോയിട്ട് ഒരുപാട് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. പക്ഷേ അന്ന് നല്ല മഴയായിരുന്നു. ഇപ്പോൾ പിന്നെ മഴയൊന്നും ഉണ്ടായില്ല. പുഴയിലൊക്കെ വെള്ളം കുറവായിരുന്നു. അപ്പോൾ അതാ ഇങ്ങനെ കുറച്ച് പാടത്തിൽ കൂടിയും റബ്ബർ തോട്ടത്തിൽ കൂടിയൊക്കെ ആയിട്ട് അങ്ങനെ പോകണം കേട്ടോ. അപ്പം താത്ത രാവിലെ എല്ലാ തുണികളും അലക്കിടലൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ പുഴയിൽ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്നതൊക്കെ കുറച്ച് തുണികളുണ്ടെങ്കിൽ ബക്കറ്റിൽ പെറുക്കിയിട്ടിട്ട് പോയിട്ടോ. അപ്പോൾ അവിടെ കുളിക്കാനൊന്നും ഇപ്പോൾ ആരും അങ്ങനെ വരവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ പോയിട്ടോ. ഇത് പോണ വയ്ക്ക് തന്നെ ചെറുതായിട്ടൊരു തോടാണ് കേട്ടോ, ഒരു കഴുത്തോടാണ് കേട്ടോ. ഇതിലെല്ലാം നിറച്ച് മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ മീനുകൾ കണ്ടിട്ട് റിച്ച് കുറേ പറഞ്ഞു മീനുകളെ പിടിക്കുക എന്ന് പറഞ്ഞിട്ടു. അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ പിടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ പോയി. ചെന്ന് നോക്കുമ്പോണ്ടല്ലോ, പുഴയിൽ ചെന്ന് നോക്കുമ്പോൾ നിറച്ചു അവിടെയുള്ള പെണ്ണുങ്ങൾ പുഴയിൽ അലക്കാനും കുളിക്കാനും വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇവർക്ക് ഭയങ്കര മടിയായി. മുത്തുവിനൊക്കെ ഭയങ്കര മടിയായി. മുത്തു പിന്നെ വെറുതെ ഒന്ന് വെള്ളത്തിലിറങ്ങി അങ്ങനെ തന്നെ മുത്ത് കയറി. ഇവർക്ക് എല്ലാവരും കൂടെ കൊണ്ടപ്പോൾ ഭയങ്കര മടിയാണ്. അപ്പോൾ ഓൻ അങ്ങനെ കയറി പോകുന്നു കേട്ടോ. പിന്നെ ഓനെ താത്താൻ്റെ മോൻ്റെ അപ്പോൾ വൈകുന്നേരത്ത് അവർ വേറെ സ്ഥലത്തേക്ക് പോകുക കേട്ടോ. ചെയ്തേ എനിക്ക് പിന്നെ കുറേ നേരമൊക്കെ വെള്ളത്തിലിങ്ങനെ കളിച്ചു. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങും വേണം, വെള്ളത്തിലിറങ്ങാൻ പേടിയാണ്, എന്നാൽ വെള്ളത്തിലിറങ്ങി കളിക്കും വേണം. അങ്ങനെയൊക്കെ ഒരു ഇതാണ് കേട്ടോ. ഇവിടെ സ്ഥലങ്ങൾ കാണാൻ നല്ല രസമാട്ടോ. പാടും പറമ്പും റബ്ബർ തോട്ടമൊക്കെ അതിൻ്റെ പുഴേൻ്റെ സൈഡൊക്കെ നല്ല രസമായിട്ടൊക്കെ കാണാൻ. അപ്പോൾ അതിലിങ്ങനെ നടന്ന് പുഴേൻ്റെ അടുത്തെത്തി. ഇന്നത്തെ പുഴേൻ്റെ പക്കത്തിലൊക്കെ മഴ വരുമ്പോൾ വെള്ളം കയറിയിട്ട് ഇവിടെയൊക്കെ നിറയെ വെള്ളമാകും പോലും. ഞങ്ങൾ അന്ന് ചെന്നപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ വെയിലായതുകൊണ്ട് വെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ പുഴയിലെത്തി നോക്കുമ്പോഴല്ലേ നിറയെ പെണ്ണുങ്ങൾ തുണികളും കൊണ്ടുവന്നിട്ട് തിരുമ്പാനും കുളിക്കാനുമായിട്ട് നിറച്ച ആൾക്കാർ എന്നൊക്കെ കുട്ടികളും ഒക്കെ കൂടെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്താ ഉണ്ടായെന്ന് ചോദിച്ചിട്ട് മുത്തിനെ നീന്താനൊക്കെ പറ്റിയൊരു സമയം. എന്താ വെച്ചാൽ വെള്ളം അത്രയ്ക്ക് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നീന്തും കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ നീന്താനൊന്നും പറ്റിയില്ല. അങ്ങനെയൊക്കെ പോന്നു. പിന്നെ ഞാനവിടെ വെള്ളത്തിൽ കാലിട്ട് കുറേ നേരം ഇരുന്ന് മീനുകളൊക്കെ നിറച്ച്
കുറച്ച് മീനുകളുണ്ട് കേട്ടോ, വലിയ വലിയ മീനുകളുണ്ട്. നല്ല രസമല്ല, നമ്മൾ കാലിങ്ങനെ വെള്ളത്തിലിട്ട് കൊടുത്ത് നമ്മളെ കാലിൽ വന്ന് ഇങ്ങനെ കൊത്തുട്ടോ. അതുകൊണ്ടാണ് റിച്ചുവിന് വെള്ളത്തിൽ ഇറങ്ങാനൊരു പേടിയുണ്ട്. എന്നാലും റിച്ചുവിനെ കുറച്ചുള്ള വെള്ളത്തിലൊക്കെ കുറച്ച് സമയമൊക്കെ ഇറക്കി ഞാനുണ്ടാവും. പക്ഷേ ഇവനെ ഒറ്റക്ക് ഇറങ്ങില്ല, ഇവൻ്റെ ഒന്നിച്ച് ഞാനും വേണം. അങ്ങനെ കുറച്ച് സമയം കടന്നു. പിന്നെ താത്ത അലക്കാനുള്ള തുണികളുണ്ടായിരുന്നു, അതെല്ലാം അലക്കി. ഇതുണ്ടോ മീനുകളുണ്ടോ, ഇതൊന്നുമല്ല, നല്ല വലിയ 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 മീനുകളുണ്ട് കേട്ടോ. നമ്മളെ കാല് വെള്ളത്തൊക്കെ ഇങ്ങനെ വെച്ചത് ഒരു പേടിയുള്ളൂ കേട്ടോ. ആ കാലുമ്പോൾ വന്ന് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ കരക്ക് ഒരു കല്ലുമ്മ ഇരുന്നൊക്കെ ചോദിച്ചു. പിന്നെ ഇവർ അലക്കണ കാരണം നമ്മളെ മേത്തക്കൊക്കെ തെറിക്കില്ല. ഞാനാണെങ്കിൽ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, വീട്ടിൽ വന്നിട്ട് വേണം കുളിക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഉണ്ടോ ഉച്ചസിന് പേടിയാണ് കേട്ടോ. എന്നാലും വെള്ളത്തിൽ എനിക്ക് ഇറങ്ങണം, അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഉണ്ടോ കല്ലുമ്മ കൂടി ഇങ്ങനെ നടക്കുക. ഇതിൻ്റെ ഒപ്പം ഒരാൾ വേണം, അപ്പോൾ ഒറ്റക്ക് ഇറങ്ങില്ല, നമ്മളൊപ്പം ഒരാൾ വേണം. നമ്മളൊറ്റക്കാണെങ്കിൽ നമുക്ക് വെള്ളത്തിലിറങ്ങും കളിക്കുകയൊക്കെ ശേഷം ഒരു അലക്കണ കാരണം അതും പഴയ ചാക്കും തുടപ്പും അങ്ങനത്തെയൊക്കെ ഇവർ കൊണ്ടുവന്നിട്ട് പുഴയല്ലേ, അപ്പോൾ നല്ല വൃത്തിയാകുമല്ലോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ കൊണ്ടുവന്ന് നടക്കണം. അപ്പോൾ അതൊക്കെ ചളിയൊക്കെ നമ്മളെ മേത്ത് ഇവൻ്റെ മേത്ത് കൂടിയൊക്കെ വെച്ചാൽ ലാസ്റ്റ് ഇവനെ ഞാനത് കുളിപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നത്. പുഴയിലിറക്കി തല ഫുള്ള് നനച്ച് മൊത്തത്തിൽ കുളിപ്പിച്ച് കയറ്റിക്കൊണ്ടുവന്നു. ഇട്ട ഡ്രസ്സൊക്കെ അവിടെ നിന്ന് തിരുമ്പി വെയിലത്തിട്ട് ഉണക്കി അത് ഉണങ്ങിയിട്ട് അത് ഇട്ടതിന് ശേഷം കുളിക്കാൻ വിചാരിച്ച് പോയിട്ടില്ല, അങ്ങോട്ട് ഡ്രസ്സ് എടുത്തിരുന്നില്ല. പിന്നെ അങ്ങനെ ഓനെ കുളിപ്പിച്ച് അങ്ങനെ കുളിപ്പിച്ചിട്ടൊക്കെ ഞങ്ങൾ പോകുന്നത്. വെള്ളം കണ്ടിട്ട് നല്ല കളിക്കാനും നീന്താനും എല്ലാവർക്കും പറ്റും. പക്ഷേ നമുക്ക് ഇറങ്ങാനൊക്കെ പോകാൻ വെള്ളമാണ്. പക്ഷെ അന്ന് ഇറങ്ങാനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷേ ആൾക്കാരുള്ള കാരണം ഒരു മടി. പിന്നെയെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നനയും ചെയ്യും, കുളിക്കണമെന്ന് വിചാരിച്ചിട്ടുമില്ല. അപ്പം അങ്ങനെ കുറേ സമയം അങ്ങനെ അതിലങ്ങനെ കളിച്ച് നിന്ന് അങ്ങനെ പോയി. ഇവന് ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കി കേട്ടോ. പിന്നെ രാത്രിയിലാണ് ഇതാ കുട്ടികളെ പരിപാടി ഉണ്ടെങ്കിൽ പോയി. ഞാൻ കുറച്ച് സമയം ഇരുന്ന് ദഫൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് ചെറിയ കുട്ടികളെ ദഫും വലിയ കുട്ടികളെ താത്താര മോനും പിന്നെ അവരിപ്പോൾ 2-3 കുട്ടികളും കൂടിയിട്ടാണ് പഠിപ്പിച്ചു കൊടുത്താൽ നല്ല രസമുള്ള ദഫായിരുന്നു. ഇത് ചെറിയ കുട്ടികളെ ദഫ് ഈ ദഫ് കഴിഞ്ഞോടുകൂടി ഞാൻ വന്നു കേട്ടോ. പിന്നെ അതാ ഇത് പിറ്റേന്ന് രാത്രി കണ്ടു. പിറ്റേന്ന് മജലിസിനോട് വാർഷികം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരൊക്കെ പോയി. അപ്പോൾ താത്താൻ്റെ മകളും കുട്ടിയുണ്ട്, വേറെ 2 തൊട്ടാണ് ഞങ്ങൾ പോയിരിക്കണത്. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇവൾക്കും തന്നെ ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്ക് കളിക്കാൻ വേണ്ടി രാത്രി കണ്ടോ ഹാളിൽ ഇത് വിരിച്ച് കേട്ടോ, കിടക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇവിടെ കിടക്കാൻ പറഞ്ഞ് വിരിച്ചതാട്ടോ ഹാളിൽ. എന്നിട്ട് അതിൽ ഇവർ 2 തുള്ളി ചാടി കളിച്ച് മോടിരിക്കട്ടോ. റിച്ചു എന്താ കാട്ടണം അതേപോലെ ഇവളും കാട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഇവരവിടെ ഉണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത് പോയത്. മറ്റേ മോള് ഓളെ മാപ്പിള ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോരുന്നതിൻ്റെ അന്നാണ് ഓളെ മാപ്പിള പോയതിൻ്റെ ശേഷം ഓള് വരും ചെയ്ത് കൊടുക്കാൻ, അതുകൊണ്ട് വരാൻ പറ്റിയില്ല അന്ന് ഞങ്ങളുള്ള കാരണം. റിച്ചൂസ് ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ടാണ് കേട്ടോ, ദേഷ്യത്തോടൊക്കെ വീഡിയോ എടുക്കണ്ടെന്ന് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.